സരസ്വതീ നമഃ. ഓം ആഞ്ജനേയായ നമഃ. രാമായണ കഥ ഭാഗം 4. ദശരഥ പുത്രന്മാരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 4 പുത്രന്മാർ. കൗസല്യരാജ്ഞിക്ക് രാമൻ, കൈകേയിക്ക് ഭരതൻ, സുമിത്രയ്ക്ക് ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ഇവർ ഈ 4 കുട്ടികളും ഒരുമിച്ച് കളിച്ചു വളർന്നു. രാമൻ്റെ നിഴലായി ലക്ഷ്മണനും ഭരതന് കൂട്ടായി ശത്രുഘ്നനും കൂട്ടുകൂടി വളർന്നു. 5 വയസ്സ് കഴിഞ്ഞപ്പോൾ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെക്കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. വേദ, ശാസ്ത്ര, പുരാണ, ഇതിഹാസങ്ങൾ എല്ലാം വേഗത്തിൽ പഠിച്ചു. ധനുർവിദ്യയിൽ സമർത്ഥന്മാരായി. ധർമ്മശാസ്ത്രത്തിൽ അഗ്രഗണ്യരായി. അങ്ങനെ അവർ സന്തോഷപൂർവം കളിച്ചും പഠിച്ചും ഉണ്ടും ഉറങ്ങിയും വിദ്യാഭ്യാസകാലം പൂർത്തിയാക്കി. ദശരഥ മഹാരാജാന് വളരെ സന്തോഷമായി. കാര്യം, രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു, ഇനി അടുത്ത കാര്യങ്ങൾ ആലോചിക്കാമല്ലോ എന്നോർത്തിരിക്കെയാണ് ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി കൊട്ടാരത്തിലേക്ക് എത്തിയത്. രാജാവും രാജ്ഞിയും രാജകുമാരന്മാരും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ഷോഡശോപചാരങ്ങൾ പ്രകാരം സ്വീകരിച്ചു. മഹർഷി വളരെ സന്തോഷവാനായി. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾക്കാം. നന്ദി, നമസ്കാരം. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ.